കഴിഞ്ഞ ആൾ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ട്, ഒത്തിരി അനുഭവങ്ങളിൽ വലിയൊരു അനുഭവം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കേരളത്തിലെ ഒരു രൂപതയിലെ ഒരു അഭിമന്യ പിതാവിനറിയാവുന്ന ഒരു ഫാമിലി എന്റെ അടുത്ത് വിട്ടു. ആ ഫാമിലി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ 4 മക്കളാണ്. 4 മക്കള്, 3 സ്ത്രീകള്, പെൺമക്കള്, ഒരു ആണ്. ഇവരിങ്ങനെ 4 മക്കളാണ്. അപ്പൊ അതില് 3 പേര് മൂന്ന് സഹോദരിമാർ, ഇവന്റെ 3 സഹോദരിമാരും മൂത്തതാണ് ഇവന്, ഇളയതാണ്. ഇവരുടെ 3 സഹോദരിമാര് കല്യാണം കഴിച്ചു. 3 പേർക്കും ഓരോ മക്കളുണ്ട്. പക്ഷേ 3 പേരുടെ വിവാഹം ഡൈവോഴ്സ് ആയിപ്പോയി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 3 പേരുടെ വിവാഹം ഡൈവോഴ്സ് ആയിട്ട് ഇവർ 3 പേരും കൂടെ ഒരു വീട്ടിൽ വന്ന് തറവാട്ടിൽ വന്ന് താമസിക്കാം. അപ്പൻ മരിച്ചും പോയി. അപ്പോൾ 4മതുള്ളത് ഇവനാണ് ഇളയ മകൻ, ഇളയ സഹോദരൻ. അപ്പൊ അവനാണെങ്കിൽ അവന്റെ കല്യാണം നടന്നിട്ടില്ല. ഇവൻ ഏകദേശം 38ഓളം വയസ്സ് പ്രായമുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇവ അടുത്ത് വന്നപ്പോ മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കണം. എന്റെ അടുത്ത് വരിക. അപ്പൊ ആദ്യം എന്നോട് ഈ 3 സഹോദരിമാര് കൂടി ആങ്ങളെ കുറിച്ച് പറഞ്ഞു, അച്ഛാ ഇവന് ഇത്ര 37 വയസ്സോളം പ്രായമുണ്ട്, ഇവന്റെ കല്യാണം നടക്കുന്നില്ല, എല്ലാം തടസ്സപ്പെട്ടു പോവുക. ഞാൻ പറഞ്ഞു ഇവർക്ക് ആർക്കും മാനസരോഗമോ അങ്ങനെ ഒന്നുമില്ല, പിന്നെന്താ ഇപ്പൊ നല്ല വിദ്യാഭ്യാസം, പക്ഷെ ഇവന്റെ കല്യാണം നടക്കില്ല അച്ഛാ, എല്ലാം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവർ കണ്ണു തുറന്നു തന്നെ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത് ഒരു സ്ത്രീ ഇവന്റെ നേരെ കൈ നീട്ടി, ഇവന്റെ ഒരു സ്ത്രീ അവരുടെ കയ്യിലൊരു കുരിശുരൂപം കാണാം. ഒരു കുരിശ്, ഒരു ബെനഡിക്റ്റും കുരിശ് പോലത്തെ ഒരു കുരിശ്. ഈ കുരിശുരൂപം കൊണ്ട് ഇവന്റെ കയ്യിൽ ഇങ്ങനെ വീണ്ടും മുഖത്തോട് നോക്കിയിട്ട് ശപിക്കുന്ന, കേഴ്സ് ചെയ്യുന്നു, ഇതിന്റെ കല്യാണം നടക്കില്ല, നശിച്ചു ഇങ്ങനെ പറയുന്നു. ഞാൻ ഒറ്റ സെക്കൻഡ് അത് കാണുകയാണ്. അപ്പൊ പെട്ടെന്ന് ഞാന് ഇവരോട് ചോദിച്ചു, ഈ 3 സഹോദരന്മാർ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടില് ഇവന്റെ അടുത്ത് മോനേട്ട നിന്റെ അടുത്ത് ആരെങ്കിലും സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും നിന്നെ ഇങ്ങനെ കുരിശ് കൊണ്ട് ഇങ്ങനെ ശപിച്ചിട്ട് ഇങ്ങനെ തന്നെ ചോദിച്ചു, ശപിച്ചിട്ടുണ്ടോ ചോദിക്കും. 4 പേരും ഒറ്റ കാണിച്ചു. അച്ഛാ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടൊരു സഹോദരിയ വീടുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് വന്നപ്പോൾ കയറി വന്നിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് ഇവന്റെ നേരെ കുരിശെടുത്ത് പിടിച്ചുകൊണ്ട് ഇവനെ അങ്ങ് കേഴ്സ് ചെയ്തു, ഭയങ്കരമായിട്ട് ശപിച്ചു. നിന്റെ കല്യാണം നടക്കില്ല, ആര് നോക്കിയാൽ നടക്കില്ല, നീ ഗതി പിടിക്കില്ല, നിന്റെ മക്കളെ ഒരുപാട് ഇവരങ്ങ് കേഴ്സ് ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ കണ്ണു തുറന്ന് പിടിക്കുമ്പോൾ ആത്മാവെനിക്കിത് അതേപടി കാണിച്ചു. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ടല്ലോ ബന്ധിക്കാനും അഴിക്കാനും. നീ അത് വെച്ച് ഇവന്റെ തലയ്ക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവന്റെ തലയ്ക്ക് വെച്ചിട്ട് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആ സ്ത്രീയിലൂടെ വാക്കിലൂടെ വന്ന കേഴ്സ്, നാവിലൂടെ വന്ന അശുദ്ധാശുദ്ധ വാക്കിനെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു സംഭവം കാണാം. ഒരു പ്രകാശം വന്നിട്ട് ഇവനെ വലയം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അടുത്തത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അടുത്തതിന് ഓരോ സഹോദരിമാരും എന്നോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. അടുത്ത സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഞാനിങ്ങനെ നോക്കി എന്തൊരു കാര്യം എന്ന് പറഞ്ഞ വിഷമം ബുദ്ധിമുട്ടെന്ന് പറയുക. കല്യാണം ഡിവോഴ്സ് കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഇവര് മോനടുത്ത് നിൽപ്പുണ്ട്, അമ്മയും പെടുന്നു. ഞാൻ പറഞ്ഞു, ഈശോ നിങ്ങളെ ഈ വീട്ടിൽ വലിയൊരു എനിക്ക് പെട്ടെന്ന് കാണാം ഒരു തീപ്പൊള്ളലുണ്ടാകുന്നു. ആ തീപ്പൊള്ളൽ നടക്കുമ്പോൾ ഈ ഈശോ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മളൊരു തീപ്പൊള്ളൽ പോലെ ഉണ്ടായി. പക്ഷെ രക്ഷപ്പെട്ടെന്ന് പറയുന്നല്ലോ എന്ന് പറയുകയും അടുത്ത നിലവിളി. അത് അവിടെ ഇരിക്കുന്ന ഇവരുടെ മകൻ, അവനൊരു മാക്സിമം ഒരു 14-15 വയസ്സ് പ്രായം കാണുള്ളൂ. അവൻ പെട്ടെന്ന് അവന്റെ ഷർട്ട് അവൻ വലിച്ചങ്ങ് കീറുമ്പോൾ തുറന്നങ്ങോട്ട്. പക്ഷേ വീട്ടിൽ വെച്ചൊരു തീപ്പൊള്ളലുണ്ടായതാണ്. ഇവന്റെ വയറും ഇവന്റെ ചങ്കിന്റെ ഭാഗം, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വെന്തുപോയത്. കഷ്ടിച്ചാണ് ഇവൻ രക്ഷപ്പെട്ടു പോയത്. തിരുവനന്തപുരത്ത് പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ദൈവത്തിന്റെ ആത്മാവ്, അതാണ് പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അത് അതേപടി എനിക്ക് കാണിച്ചു. വീട്ടിൽ ഞാൻ ആ വീട്ടിൽ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത് സംഭവം എനിക്ക് കാണാം. ഒരു പുഴ കാണാം. ഈ പുഴയ്ക്കടുത്ത് ഒരു വീട് ഇരുണ്ട് കിടക്കുന്നു. അവിടെ കിടന്ന് ആരോ വേദനയോടെ മരിക്കുന്നതായിട്ട് കാണുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലിങ്ങനെ ആദ്യം ഇരിക്കുന്ന
അപ്പോൾ പെട്ടെന്ന് ഇവരങ്ങ് അസ്വസ്ഥരായി. ഞാൻ അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു, ചിങ്ങി കാണുന്നുണ്ടല്ലോ, സംഭവം ഇങ്ങനെയുണ്ടോ, സംഭവം എന്താ ഇവരാകെ തകർന്ന് പറയാം. അച്ഛോ, സംഭവം സത്യ. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ വല്യമ്മേനെ, ഗ്രാൻഡ് മദറിനെ വർഷങ്ങളിങ്ങനെ ഇതുപോലെ ഒരു വീട്ടിൽ ഇട്ട് ഞങ്ങൾ ആരെയും മക്കളെയോ മരുമക്കളെയോ ആരും പ്രവേശിക്കാതെ 1.5 വർഷം ഈ ഗ്രാൻഡ് മദറിനെ മാനസികമായിട്ട് ശാരീരികമായിട്ടും പീഡിപ്പിച്ച് അമ്മ മരിച്ചുപോയൊരു ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങൾ മറ്റൊന്നുമില്ല, ആ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കർത്താവ് ക്ഷമിക്കാൻ വേണ്ടി നിങ്ങൾ കുർബാനയിൽ സമർപ്പിച്ച് ശരിക്കും അതും കാണിച്ചു തരും. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അത് ദൈവം എല്ലാം കാണുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. മനുഷ്യന്റെ നിഗൂഢ പ്രവർത്തികള്, രഹസ്യ തീരുമാനങ്ങള്, മനസ്സിന്റെ ആഗ്രഹം. ഇപ്പൊ നീ വിളിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെയാണോ, പണത്തെയാണോ, സുഖത്തെയാണോ, പ്രേമത്തെയാണോ, പെണ്ണിനെയാണോ, ആണിനെയാണോ സ്നേഹിക്കുന്നതെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. യേശുവേ നന്ദി. മുഴുവൻ അറിയാം, മുഴുവൻ രഹസ്യങ്ങളും ദൈവത്തറിയാം. ആ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതാണ് മനസ്സിലായത്. നമ്മൾ ഏത് മറയിട്ടാലും അത് മറഞ്ഞിരിക്കുന്നില്ല. ഇത് സങ്കീർത്തനം 139 1 മുതൽ വചനം പറയാം. അതിക്രമങ്ങൾ അതായത് കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അവിടുന്ന് അറിയുന്നു. എന്റെ നടപ്പറിയാം, കിടപ്പറിയാം. എന്റെ മുമ്പിലും പിമ്പിലും കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. മുഴുവൻ അറിയുന്ന ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ കർത്താവിന്റെ ആത്മാവ് നമ്മൾ നിറയാണെങ്കിൽ മുഴുവൻ അറിയാൻ പറ്റും. ആത്മാവ് നിറവ് കിട്ടിയാൽ ആർക്ക്? ബുദ്ധിയെ മാത്രം ആശ്രയിക്കുന്നവന് ഒരിക്കലും മുന്നിൽ കാണാൻ പറ്റിയല്ല. അവന് ദർശനം കിട്ടില്ല, വെളിപാട് കിട്ടും. അതായത് ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-8 വചനം. അവന് ഭൂതവും ഭാവിയും അറിയാം. എല്ലാം കിട്ടും. ഭൂതം അറിയാം, ഭാവി അറിയാം, മുഴുവൻ അറിയാം. അത് ആത്മാവിനറിയാം. ദൈവത്തിന്റെ ആത്മാവിനറിയാം. മൊത്തം ദൈവത്തിന്റെ ആത്മാവിനറിയാം. ചിലക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യം അറിയാമോ? നല്ല എളിമയും നല്ല വിശുദ്ധിയുമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ആത്മാവ് കൺട്രോൾ ചെയ്തിട്ട് അവരെ ആത്മാവ് നയിക്കും. ഇപ്പൊ ഒരു അപകടം വരികയാണെങ്കിൽ അപകടത്തിന് തൊട്ട് മുമ്പ് ആത്മാവ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. അവരെ മുഴുവൻ മാറ്റിക്കണം. ശരിക്കും ഒരാള് കൈക്ക് പിടിച്ച് നടത്തുന്ന പോലെ തന്നെ ഈ എളിമയും വിശുദ്ധിയുള്ള ആളുകളെ ദൈവം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. അവർ അപകടത്തിൽപ്പെടുകയല്ല. അത് പൂർണ്ണമായും എളിമയും വിശുദ്ധിയുള്ളവരാ. അല്ലാണ്ട് ബുദ്ധിയിൽ അഹങ്കാരോ വിദ്യാഭ്യാസമൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അത് സൈക്കോളജിസ്റ്റോ അതൊന്നും ആയിട്ട് കാര്യമൊന്നുമില്ല. ബിസിനസ്സുകാരൊന്നും കിട്ടത്തില്ല, അതൊന്നും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല. ഇത് എളിമയും വിശുദ്ധിയുള്ള മക്കൾക്ക് അവരെ ആത്മാവ് എടുക്കും. അങ്ങോട്ട് എടുത്തിട്ട് അവരെ അങ്ങ് കൊണ്ടുപോകും. അങ്ങോട്ട് അവരെ അപകടത്തിൽപ്പെടുത്തിയല്ല. ഒരു അപകടം വരുന്നത് മുന്നിൽ കണ്ടു. അതാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പൗലോസ്ലീഹയ്ക്ക് അപകടം വരുമ്പോൾ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാവ് തന്നെ അവനോട് പറഞ്ഞ് അവനെ അവിടുന്ന് മാറ്റിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വിടും. പൗലോസ്ലീഹ പോലും അറിയുന്നില്ല. പൗലോസ്ലീഹയെ ആത്മാവ് കൺട്രോൾ ചെയ്യും. കാരണം എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ പാപത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മക്കൾക്ക് ഈ ആത്മാവിന്റെ സഹായം കിട്ടിയല്ല. പാപത്തെ, സ്വാർത്ഥതയെ, അഹങ്കാരത്തെ, വെറുപ്പിനെ, പകയെ, അശുദ്ധിയെ ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മക്കൾക്ക് ആ ഒരു ആത്മാവിന്റെ കൺട്രോൾ കിട്ടിയല്ല. ഈ സമയത്ത് അറിയാം എത്ര പേര് ആത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആത്മാവിനാൽ അല്ല, എത്ര പേര് പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ്, എത്ര പേര് ലോകത്തിന്റെ കൺട്രോളിലാണ്. ഇതുകൂടെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റും. എത്ര പേര് ലോകാരൂപിയുടെ കൺട്രോളിലാണ്. കാര്യം കൊന്തയിലുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, കുർബാന ചെല്ലുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ടെങ്കിലും നിന്റെ കൺട്രോളിംഗ് സ്പിരിറ്റ്, നിന്നെ കൺട്രോൾ ചെയ്യുന്ന ആത്മാവ് ഏതാണ് എന്ന് ഇപ്പോൾ അറിയാം. ഇപ്പോഴാണ് ജ്ഞാനം ആവശ്യമായത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ചിലപ്പോൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് നന്ദിയോടെ. വലിയ അപകടങ്ങളിൽ നിന്ന് കർത്താവ് മിറക്കിൾസ് ആയിട്ട് നമ്മൾ പോലും അറിഞ്ഞില്ല, നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ട് നിർത്തി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മിറക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ ആര് കൊണ്ടു അറിയത്തില്ല, ഞാൻ പോലും അറിഞ്ഞില്ല, അങ്ങ് ഒഴുകിപ്പോയി. അപ്പൊ അത് രണ്ട് കാര്യം ഈശോനോട് പറയും, ചെറുപ്പം പോലെ പറയുന്നത്. അതായത് എളിമയിലും വിശുദ്ധിയിലായിരിക്കണം. അഹങ്കാരം ഉണ്ടെങ്കിൽ കിട്ടിയല്ല. അതാണ് ജെറമ്യ 50:30-31. അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.
ഇന്നത്തെ ഒത്തിരി കുട്ടികൾ നശിച്ചു പോകുന്ന കാണത്തില്ലേ? മെഡിസിൻ പഠിച്ചു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളും പാപകരമായ ബന്ധങ്ങളും പോയിട്ട് കുടുങ്ങി തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളില്ലേ? കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എളിമയിലും വിശുദ്ധിയിലും വളരുക. എളിമപ്പെടണം, നന്നായിട്ട് എളിമപ്പെടണം. പ്രഭാഷകൻ 3:18-19 പറയണം, നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനയമുള്ളവനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തീരും. വീണ്ടും യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന് 4 മുതൽ 8 വരെയുള്ള വചനം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നു, അവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ആകയാൽ അവിടുന്ന് ദൈവം എറിച്ചിരിക്കുക, ആകയാൽ അവിടുന്ന് കൃപാവരം ചെയ്യുന്നു. ദൈവം എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുക, അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുക. എന്താണ് കൃപ? അഭിഷേക ആത്മാവാണത്. കൃപയൊരു ആത്മാവാണ്. ഈ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാം അറിയാൻ പറ്റും. ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക് കിട്ടുകയാണ്. ഇതാരും സ്വീകരിക്കുന്നില്ല. 1 കൊരിന്ത്യരുടെ 2-ാം അധ്യായത്തിന്റെ 14, 15, 16 വചനമുണ്ട്. വലിയ വചനമാണ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന് ദാനങ്ങൾ ഭോഷതമാകിയാൽ അവനെ സ്വീകരിക്കുന്നില്ല, അവൻ സ്വീകരിക്കാനൊട്ട് സാധിക്കുകയുമില്ല. ഞങ്ങളാകട്ടെ ദൈവത്തിന്റെ മനസ്സറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എളിമപ്പെടുക. വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധി ഹൃദയത്തിന്റെ വിശുദ്ധി ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയത്തില് പണമൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ അവിടെ പരിശുദ്ധമാവ് വരികയില്ല. ചില വ്യക്തി ബന്ധങ്ങൾ, പാപകരമായ ബന്ധം എടുത്തു വെച്ചാൽ അവിടെ ആത്മാവ് ഇറങ്ങത്തില്ല, ആത്മാവ് വസിക്കുകയില്ല. അവിടെ ഒരു പ്രവർത്തനം. അപ്പൊ നമ്മളോർക്ക് എല്ലാ കാര്യം അല്ല, ഒരിക്കലില്ല. നിയമമുണ്ട്, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കത്തില്ല, പാപത്തിന് അടിമപ്പെട്ട ഹൃദയത്തിൽ. അതാണ് കൊളോസസ് 3:5. വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി. പണക്കൊതി, ധനാസക്തി, അത് വിഗ്രഹ ആരാധന, ഐഡൽ വർഷിപ്പ്, ഐഡോളട്രിയാണത്. അത് വിഗ്രഹമാണ്. അതിനെ ഹൃദയത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് അവനെ ഇരിക്കുകയില്ല. അവൻ വിചാരിക്കും ആത്മാവാണ് അവനെ നയിക്കുന്നത് വിചാരിക്കും. പക്ഷെ അല്ല. അവനാണ് വലിയ തകർച്ചകൾ, വലിയ ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ, വലിയ അനർത്ഥങ്ങൾ. അതുപോലെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിർത്തും. ആത്മാവ് പ്രവർത്തിക്കുകയല്ല. ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര അറിവാ, ഭയങ്കര കഴിവാ, ഭയങ്കര വായനാശീല, നല്ല പഠനമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18, 19, 20 വചനം പറയാണ്, ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. എന്നാൽ ദൈവം ബുദ്ധിശാലികളെ അവരുടെ തന്നെ ചിന്തകൾ കുടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ചിന്തകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ബുദ്ധിശാലികളുടെ ചിന്തകൾ വ്യർത്ഥങ്ങളാണ്. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഈ ലോകത്തിലെ ഏത് വിദ്യാഭ്യാസവും ഏതറിവും അതൊന്നും പൂർണ്ണമല്ലത്. അത് പൂർണ്ണമാണെന്ന് കരുതാണ് ഏറ്റവും വലിയ പൈശാചിക ബന്ധനം. അതാണ് 1 കൊരിന്ത്യർ 13-ന്റെ 10 പറയും, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. എന്നോട് പലപ്പോഴും എന്റെ കൂടെയുള്ള അച്ഛന്മാര് ചോദിക്കാറുണ്ട്, ശുശ്രൂഷകർ ചോദിക്കും, എന്റെ കഴിവല്ലോട്ടോ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ബന്ധന പ്രാർത്ഥന നടത്തിയെങ്കിൽ പോകുമ്പോൾ ഞാൻ ചിലവരും പറയും, ഇത് ബന്ധനം കേട്ടോ, നേരത്തെ ഇവരോട് പറയും. ബന്ധിക്കാൻ അത് ആളെ പോകും. അപ്പൊ ചെല്ലുമ്പോൾ ഇല്ല കുഴപ്പമില്ല. അപ്പൊ ഇവരെന്നോട് ചോദിക്കും, അച്ഛന് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്? എങ്ങനെയാ ഒരാളെ കാണുമ്പോൾ ഇന്ന ബന്ധനമാണ്, ഇന്ന തിന്മയുടെ ശക്തി, ഇന്ന ശക്തി അച്ഛൻ പറയുന്നു, അതുപോലെ കറക്റ്റ് ആയിട്ട് ഞാൻ പറയും, എനിക്കറിയത്തില്ലത്. ഐ ഡോണ്ട് നോ, ശരിക്കും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളില് ആരോ എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, ഇത് ഇന്ന സ്പിരിറ്റാണ് പ്രവർത്തിക്കുന്നത്, ഈ വ്യക്തിയിൽ ധനാസക്തിയുടെ സ്പിരിറ്റാണ്, ഈ വ്യക്തിയിൽ വ്യഭിചാര ദുർഭൂതമാണ് ഇരിക്കുന്നത്, ഈ വ്യക്തി കള്ളനാണ്, ഈ വ്യക്തിയെ കാപട്യം നിറഞ്ഞാണ്, ഈ വ്യക്തി ഇങ്ങനെയാണ്, ഈ സ്പിരിറ്റ് പെട്ടെന്ന് അതാ പറയുണ്ട്, ഇത് ഇന്നതുപോലെ പ്രാർത്ഥിക്കുക, അവരോട് ഇന്നത് പറ, വഴക്ക പറ, അവന് ഗച്ചോട്ടടിക്ക്. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും കഴിവുകൊണ്ടോ പഠനം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല ഇവിടെ എത്തിയത്. എന്നെ ഇവിടെ എത്തിച്ചത് ഈ ആത്മാവാണ്. ഈ ആത്മാവാണ് എന്നെ ഇവിടെ വരുത്തിച്ചത്. ഈ ആത്മാവാണ് എന്നെ സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ വിട്ടത്. ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നതും ഈ അരൂപിയാണ്. ഈ അരൂപി എല്ലാവരും. അപ്പോൾ ചെറിയ പാപം പോലും ഞാൻ ചെയ്താൽ എനിക്കിനി ഉറങ്ങാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വാക്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പാപബോധം തരും, പശ്ചാത്താപം തരും.
ഉടനെ ഞാൻ പോയിട്ട് കുമ്പസാരിക്കും. ഞാൻ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതാണ് ചില പാപം ചെയ്തിട്ട് പാപബോധം കിട്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം ഓർത്തോളുക, നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധമാ പോയി. യോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വചനം കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസം എടുക്കണം, വിലാപം ഉണ്ടാകണം, കരയണമായിരുന്നു. അത് സ്വന്തം ആത്മാവിന്റെ രക്ഷ നോക്കിയിട്ട് വീട് പണിതാ മതി കേട്ടോ, മക്കളെ പഠിപ്പിച്ചാൽ മതി. മക്കളുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പാക്കിയിട്ട് മക്കളെ പഠിപ്പിക്കാൻ വിട്ടാൽ മതി. ഭർത്താവിന്റെ ആത്മാവിന്റെ രക്ഷ കഴിഞ്ഞിട്ട് മതി ആ മനുഷ്യന് വലിയ കൊട്ടാരം പണിത് കൊടുക്കുന്നത്. ആദ്യം ആത്മാവിനെ രക്ഷിക്ക്. പാപത്തിന് അടിമവേല ചെയ്യുന്ന, സകല സുഖങ്ങൾക്കും അടിമവേല ചെയ്യുന്ന ആ ജീവിതം അവസാനിപ്പിച്ചിട്ട് മതി ബാക്കി ഭൗതികമായ വളർച്ചയൊക്കെ. ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് ഭൗതികമായിട്ട് വളർത്തുന്നവൻ അവൻ തന്റെ ജീവിതം നടുക്കടലിൽ മുക്കാൻ കൊണ്ടുപോവുകയാ. ഇപ്പോഴെങ്കിലും വിലാപത്തോടും ഉപവാസത്തോടും അനുതാപത്തോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരും. പൂർണ്ണ ഹൃദയം, പപ്പാതിയല്ല, അക്കരെ ഇക്കരെ വെച്ചോണ്ടിരിക്കരുത്. കുടുംബത്തിൽ ചെന്ന് പറ, ഇത് വൈകിട്ട് ചെന്ന് പറ, ജീവിത പങ്കാളിയോട് പറ, 10 പേരോട് പറ. നിങ്ങൾ പോയിട്ട് ഇത് സമയം അതിക്രമിച്ച സമയം. ഇത് അണക്കരയിൽ ആദ്യ ശനിയാഴ്ച 10,000-കണക്കിന് ദൈവജനം വന്നിട്ട് ആ സ്ഥലം മുഴുവൻ വന്നു. വലിയൊരു കൂട്ടായ്മ, വിചാരിക്കാൻ പോലും പറ്റാത്ത വലിയൊരു കൂട്ടായ്മ വന്ന് കൂടുമ്പോൾ ഞാൻ ആ സമയത്ത് പോലും ദൈവമേ അങ്ങ് കടന്നു വന്ന് പ്രവർത്തിക്കുക, അല്ലാതെ എനിക്കൊന്നും ആവില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ കൈകളിൽ ഒരു ഉപകരണമാണ്, അങ്ങ് പ്രവർത്തിക്കുക അന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആളുകൾ തലയ്ക്ക് വെച്ചിങ്ങനെ പോകുമ്പോൾ കർത്താവ് പാപിയായി എന്നെ ഉപകരണമാക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. തൊടുമ്പോൾ ചില മക്കൾ ഈ ആത്മാവ് വെളിപ്പെട്ട് ഈ മക്കളുടെ ബന്ധനം അടിഞ്ഞു പോകും. അതോടെ തന്നെ മദ്യപാനം, പുകവലി, മയക്കുമല്ലി, ലഹരികളെല്ലാം വിട്ടുപോകുക. അപ്പോൾ ഞാൻ കരയാണ്, ദൈവമേ അങ്ങയ്ക്ക് മാത്രമേ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. അനേക വർഷങ്ങൾ ഒത്തിരി പേരെ മാനസാന്തരപ്പെടുത്താൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. പല ആൾക്കാർ അത് നിർത്തല, ഇത് നിർത്തല, അതങ്ങനെ മാറ്റ്, ഇത് മാറ്റ്, ഇതിങ്ങനെ മാറ്റാമോ, ഇതൊക്കെ ഒരു കാര്യമില്ല. നിലനിൽക്കുന്ന മാറ്റങ്ങൾ വരണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓശാനയെന്നും ഓശാന, ആരാധനായെന്നും ആരാധന, പാപമോചകനെ ആരാധന, ആരാധനായെന്നും ആരാധന, ജീവന്റെ വചനമേ ആരാധന, ആരാധനായെന്നും ആരാധന, കരുണയുടെ ഉറവിടമേ ആരാധന, ആരാധനായെന്നും ആരാധന, ബന്ധനമഴിക്കും ദൈവമേ ആരാധനായെന്നും ആരാധന, ദിവ്യകാരുണ്യത്തിൽ വാഴുന്നവനെ ആരാധനായെന്നും ആരാധന, ആരാധനായെന്നും ആരാധന, ആരാധനായെന്നും ആരാധന. മക്കളുടെ കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ ശക്തികളോട്, പൈശാചിക ശക്തികളോട്, അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. 1-3-8 ഭർത്തിക്കുന്നു. ഒറ്റവിളി ഈശോയേ, ഈശോയേ, ഒറ്റവിളി ഈശോയേ. ഈ മക്കളുടെ മേലൊരു കുടുംബം മുഴുവന്റെ മേലും, തലമുറ മുഴുവന്റെ മേലും, ദേശം മുഴുവന്റെ മേലും പ്രവർത്തിക്കുന്ന സാത്താന്റെ മുഴുവൻ ശക്തികളോട്, പാപശക്തികളോട്, രോഗശക്തികളോട്, തകർച്ചകളുടെ ശക്തികളോട്, പൈശാചിക ബന്ധനങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ഉചിതനായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള ഓരോ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന രോഗപീഠകളോട്, തടസ്സങ്ങളോട്, പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. 1-3-8 വെച്ച് 22-22 ഇപ്പോൾ അവയെ ഭർത്തിക്കുന്നു. ഒറ്റ വിളിച്ചോയേ.
കുടുംബങ്ങളെ നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികള്, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികള്, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികള്, അഹങ്കാരം, ഞാനെന്ന ഭാവം, ധനാസക്തികൾ, ഇത് കടിമപ്പെട്ട മക്കള്, ശരീരത്തിന്റെ ആസക്തികൾ കടിമപ്പെട്ട മക്കള്, കണ്ണുകളുടെ ആസക്തികൾക്ക്, ദുരാശകൾ കടിമപ്പെട്ട മക്കള്, ചെവികൾ ദുരാശകൾക്ക്, മനസ്സിന്റെ ദുരാശകൾ കടിമപ്പെട്ട മക്കള്, ആ മക്കളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മ അഗ്നിയെ പെയ്തിറങ്ങട്ടെ. ഒറ്റ വിളിച്ചേന്ന് വിളിക്കണം. ബുദ്ധിയിലെ അന്ധകാരം, യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, അഹങ്കാരം, ആത്മീയ അഹങ്കാരം, ഈ തിന്മയുടെ അരുവികളെ 2-4 എഫെസസ് 6:12 ഒറ്റ വിളിച്ചേ. ഈ കൂട്ടായ്മയുള്ള മക്കൾ മാരക രോഗങ്ങള്, മാറാരോഗങ്ങൾ, ക്യാൻസറുകള്, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങള്, മെന്റൽ രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങള്, തകർച്ചകള്, ഇവയെ മുഴുവനോട് നസ്രായന യേശുവിന്റെ നാമത്തില് 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോയേ, ഈശോയേ വിളിക്കട്ടെ, ഈശോയേ വിളിക്കട്ടെ, കരമുയർത്തി ഒറ്റ വിളിച്ചോയേ പോരാ, ഒറ്റ വിളിച്ചോയേ വിളിക്കട്ടെ. വിളിച്ചോ, ഈശോയെന്ന് വിളിച്ചോ. Yes,